അതല്ല മനോജ് പറയുന്നത് മനസ്സിലാക്കി. അതല്ല എന്താ എൻ്റെ ബൈക്കൊന്ന് വേണം ഐഷൻ്റെ കോളേജ് വരെ ഒന്ന് പോകാൻ. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇനി പറഞ്ഞെല്ലാം ശരിയാ, ചേരാൻ അർഹതയുള്ളവർ തമ്മിലേ ചേരൂ. പക്ഷേ മനസ്സിനെടുത്ത് കളയുന്നതിന് മുമ്പ് എന്നെ കോള ഒരു പ്രാവശ്യം കൂടി കാണണം. സെമിനാർ 3 മണിക്ക് കേട്ടാ. എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി എന്താവെന്ന് കണ്ടറിയാം. അത് സംശയമൊന്നുമില്ല. എന്ത് വേണം? എനിക്ക് ഐഷനൊന്ന് കാണണം. വിനോദ്, മനസ്സിൽ ആഗ്രഹിച്ചത് മുഴുവൻ മൂടിക്കെട്ടി ജീവിക്കുന്ന സ്ത്രീകളെ അടുത്തെറിഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്. എനിക്കത് പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് വിനോദിനോടത് പറയാൻ തീരുമാനിച്ചത്. എനിക്കിഷ്ടമാണ്. കളങ്ങളിൽ അക്ഷരങ്ങൾ ഒളിപ്പിച്ചപ്പോഴും ഓഡിറ്റോറിയത്തിൽ വെച്ച് തട്ടമിടാൻ പറഞ്ഞപ്പോഴും സംസാരിക്കാൻ അറിയാതെ പകച്ചു നിന്നപ്പോഴും ശല്യം ചെയ്തവരെ ശകാരിച്ചപ്പോഴും മതിൽ ചാടി വന്നതിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അസൂയയും ദേഷ്യവും മറച്ചു വെച്ച് നല്ലവനായി അഭിനയിക്കാതിരുന്നപ്പോഴും ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാളുടെ ജാതി, മതം, ജീവിതം, ചുറ്റുപാട് ഒന്നും എനിക്കറിയില്ല. പക്ഷെ മരിച്ചുപോയ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് സ്വാധീനിച്ച മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിൻ്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. പോയിട്ട് എന്തായി? അവള് ഐ ലവ് യു എന്ന് പറഞ്ഞു. മോനെ, ഇതെങ്ങനെ? അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്രേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഇംതിയാസും മാങ്ങാത്തുരിയൊക്കെ വെറുതെ ആയിരുന്നല്ലേ? ആ ചെക്കൻ വെറുതെ പുളു അടിച്ചായിരിക്കും. വൻ ചെലവുണ്ട് മോനെ, വൻ ചെലവ്. ഇന്ന് രാത്രി ഐഷാന്റെ മൂത്താപ്പനെ നമ്മൾ പൂട്ടാൻ പോവാ. അയാളുടെ ഫാക്ടറിയെ കുറിച്ചുള്ള അന്വേഷണം വരുന്നുണ്ടല്ലോ, അത് അട്ടിമറിക്കാൻ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്.
ആ മീറ്റിംഗ് കഴിയുന്നോടെ ഓൻ ആപ്പിലാവും. ഏതായാലും മരുമോളെ നീ എടുത്തോ, മൂത്താപ്പാന നമ്മളെടുത്തോളാം. പൊന്നു മോനെ കൺഗ്രാറ്റ്സ് ഉണ്ടടാ. എടാ ഇനിയിപ്പോൾ എവിടെയാ? കണിയൂരില്ല, മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങും. എത്ര നേരം കാണും? ഒരു 1.5 മണിക്കൂർ കാണും. എന്തു പറ്റി? മറ്റുള്ളവർക്ക് എവിടെ മുകളിലുണ്ടല്ലേ? ഐഷ മോളെ, വാതിലും ജനലൊക്കെ അടച്ചോ? ഉപ്പ വരാൻ കുറച്ച് വൈകും. ആ മെഹറു ഉറങ്ങിയോ? സംസാരിക്കണ്ടേ? അയാളെന്റെ ഫോൺ നോക്കി. പെട്ടെന്ന് വീട്ടിലേക്ക് വാ. നിങ്ങൾ 4 പേര് മാത്രം മതി. പുറപ്പെടാം. ഈ നേണിയുടെ ആവശ്യമില്ല. മീറ്റിംഗ് ചേർത്താൻ വന്ന അപ്പൊ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. നിനക്ക് അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്. ആ ആരൊക്കെ വന്ന് കുറുക്ക് നിന്നാലും അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് ധൈര്യമുണ്ട്? ധൈര്യമുണ്ട്. കല്യാണം കഴിച്ച അവളെ പൊന്നുപോലെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. അത് മതിയടേ. ഈ ജാതി മതമൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. അത് മനസ്സിലാകാത്ത ചില കിഴങ്ങന്മാരാണ് കാലാകാലങ്ങളായിട്ട് ഈ പ്രേമത്തിന് എതിരേക്കണത്. 2012 ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. നീ അവളെ കെട്ടും. അവള് നിന്നെ, നമ്മൾ കൂടെ ഉണ്ടാവും. നിലവറയ്ക്കകത്ത് സ്വർണവും നെഞ്ചിനകത്ത് സ്നേഹവും നിറഞ്ഞ ശ്രീ പത്മനാഭസ്വാമിയുടെ നാട്ടുകാരനാടെ ഞാൻ. വാക്ക് പറഞ്ഞ വാക്ക് തന്നെ. ആയിഷ റഹ്മാനെ ആയിഷ വിനോദാക്കി മാറ്റും നമ്മള്. ജനമൈത്രി പോലീസ് തലശ്ശേരി സ്റ്റേഷന്റെ ഇനിയുള്ള നാളുകൾ അതിനു വേണ്ടിയാ.